കുവൈറ്റിൽ നടന്ന അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോൾ കിരീടം ബഹ്റൈൻ സ്വന്തമാക്കി. കുവൈറ്റ് ജാബർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒമാനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ബഹ്റൈൻ കപ്പ് സ്വന്തമാക്കിയത്. അറേബ്യൻ ഗൾഫ് കപ്പിൽ രണ്ടാം മുത്തമിട്ട് ബഹ്റൈൻ. കുവൈറ്റിലെ ജാബർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ഒമാനെ 1-2 ഗോളുകൾക്ക് തകർത്താണ് കിരീട നേട്ടം. ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം രണ്ടാം പകുതിയുടെ അവസാന ഘട്ടത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയാണ് ബഹ്റൈൻ ഗൾഫ് രാജ്യങ്ങളുടെ ലോകകപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പ് രണ്ടാം തവണയും നെഞ്ചോട് ചേർത്തത്. കളി തുടങ്ങി 17-ാം മിനിറ്റിൽ ഒമാന്റെ ആദ്യ ഗോൾ പിറന്നു. തുടർന്ന് ലീഡ് ഉയർത്താൻ ഒമാനും സമനിലയ്ക്ക് വേണ്ടി ബഹ്റൈനും ഉണർന്നു കളിച്ചപ്പോൾ മത്സരം ചൂടുപിടിച്ചു. കനത്ത തണുപ്പിനെ വകവയ്ക്കാതെ ഗാലറി നിറഞ്ഞ കാണികളിൽ നിന്ന് ആവേശത്തിര തീർത്തു. എന്നാൽ ഒമാനെ ലീഡിനെ മറികടക്കാൻ ബഹ്റൈൻ കഴിഞ്ഞില്ല. അതോടെ ആദ്യ പകുതി അവസാനിച്ചു. രണ്ടാം പകുതിയിലും ബഹ്റൈൻ പൊരുതിയെങ്കിലും ഒമാന്റെ പ്രതിരോധത്തിൽ തട്ടിത്തകർന്നു. ഇതിനിടെ ഒമാൻ മികച്ച ചില മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചെങ്കിലും ഗോളിലേക്ക് എത്താനായില്ല. കിരീടം ഒമാൻ ഉറപ്പിച്ചെന്ന് തോന്നിയ ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി ബഹ്റൈൻ തിരിച്ചടിച്ചു. 78-ാം മിനിറ്റിലെ പെനാൽറ്റിയിൽ ബഹ്റൈൻ സമനിലയിലെത്തി. തൊട്ടുപിറകെ 80-ാം മിനിറ്റിൽ പന്ത് മുഹമ്മദ് അൽ മൽസാമിയുടെ കാലിൽ തട്ടി വലയിലാവുകയായിരുന്നു. അവശേഷിച്ച 10 മിനിറ്റിൽ ഒമാൻ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ബഹ്റൈൻ വല ഉലുക്കാൻ സാധിച്ചില്ല. 26-ാമത് അറേബ്യൻ ഗൾഫ് കപ്പ് മത്സരത്തിന് കുവൈറ്റ് ജാബിർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വിസിൽ മുഴങ്ങുന്നതിന് മണിക്കൂറുകൾ മുമ്പ് തന്നെ ബഹ്റൈൻ ഉത്സാഹത്തിനുറപ്പിലായിരുന്നു. നാടെമ്പാടും ബിഗ് സ്ക്രീനുകൾ കളി കാണാനായി സജ്ജീകരിച്ചിരുന്നു. ടീമിന് പ്രോത്സാഹനം നൽകാനും ആവേശത്തിരയിൽ ആറാടാനും ആയിരക്കണക്കിന് ബഹ്റൈനുകളാണ് കുവൈത്തിലെത്തിയത്. പ്രത്യേക വിമാനം ഇതിനായി സജ്ജീകരിച്ചിരുന്നു. കളിക്കമ്പക്കാർക്ക് പിന്തുണയുമായി ബഹ്റൈൻ ഞായറാഴ്ച അവധി കൂടി പ്രഖ്യാപിച്ചതോടെ കളി നേരിട്ട് കാണാൻ കുവൈത്തിലെത്തിയവരുടെ എണ്ണം വളരെയധികമായിരുന്നു. ബഹ്റൈന്റെ കളിയാവേശത്തിന് പിന്തുണയുമായി പ്രവാസികളും അണിനിരന്നു. എല്ലാ ക്ലബ്ബുകളിലും സംഘടനകളുടെ ഓഫീസുകളും ബിഗ് സ്ക്രീൻ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. അറേബ്യൻ കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയായിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയായിരുന്നു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.